മെയ്സ് ആൻഡ് റാഗി. ഇതാണ് എൻ്റെ ടോപ്പിക്ക്. ഫസ്റ്റ് വൺ, മെയ്സ് ഓർ കോൺ. ഇതിൻ്റെ കോമൺ നെയിം മെയ്സ് എന്ന് തന്നെയാണ്. സയൻറ്റിഫിക് നെയിം സീ മെയ്സ്. ഫാമിലി പൊയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഗ്രെയിൻസ്. മെയ്സ് ഓർ ഇന്ത്യൻ കോൺ ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിറിയൽ ക്രോപ്സ് ഓഫ് ദ വേൾഡ്. വേൾഡിൽ തന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സിറിയൽ ക്രോപ്പാണ് മെയ്സ്. ഇനി മെയ്സിൻ്റെ പ്ലാന്റ് മോർഫോളജി നോക്കുകയാണെങ്കിൽ മെയ്സ് എന്താണ്, ഒരു ടോൾ ആനുവൽ ഗ്രാസ് ആണ്. അതുപോലെ പ്ലാന്റ് എന്താണ്, മൊണീഷ്യസ് ആണ്. ഇവരുടെ ലീവ്സ് എന്തായിരിക്കും, അൾട്ടർനേറ്റ് ആയിരിക്കും, ലോങ് ആൻഡ് നാരോ ആണ്, വിത്ത് വേവി മാർജിൻസ് ആണ്. ഇവരുടെ മെയിൻ സ്റ്റോക്ക് ടെർമിനേറ്റ് ചെയ്തിട്ട് എന്താണ്, ഒരു സ്റ്റാമിനേറ്റ് മെയിൽ ഇൻഫ്ലോറസൻസ് ആയിട്ട് മാറും. അതിനിവിടെ ടെസൽ എന്നാണ് അറിയപ്പെടുക. വൈൽ ദ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിസ്റ്റിലേറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ഇൻഫ്ലോറസൻസ് ആണ്. ഈ ഇയേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുക ഒരു ആക്സിലറി ബഡിൻ്റെ അപ്പസിസ് എന്നാണ്. ഇവരുടെ ഹോൾ ഇൻഫ്ലോറസൻസിനെ കവർ ചെയ്തിട്ട് എന്താണ്, മോഡിഫൈഡ് ബ്രാക്റ്റുകൾ ഉണ്ടാകും. അതിനിവിടെ ഹസ്ക് അല്ലെങ്കിൽ ഷെറ്റ്സ് എന്നാണ് അറിയപ്പെടുക. ഓരോ ഫെർട്ടിലൈസ്ഡ് ഓവറി ഗ്രോ ചെയ്തിട്ട് എന്താണ്, ഒരു കേണലായിട്ട് മാറും. കേണൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഓഫ് മെയ്സ്. ഇത്രയൊക്കെയാണ് മെയ്സിൻ്റെ പ്ലാന്റ് മോർഫോളജി. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയ്സ്. ഗ്രെയിൻസിൻ്റെ ഷേപ്പിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ സ്റ്റാർച്ചിൻ്റെ സോഫ്റ്റ്നെസ് ഓർ ഹാർഡ്നെസ്, അതുപോലെ തന്നെ ഗ്രെയിൻസിലെ ഷുഗർ കണ്ടൻറ്റിൻ്റെയൊക്കെ ബേസിൽ എന്താണ്, മെയ്സിനെ 7 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെൻറ്റ് മെയ്സ്. ഡെൻറ്റ് മെയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പോസസ് എ ഡെൻറ്റ് ഓർ ഡിപ്രഷൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഗ്രെയിൻ ആൻഡ് ഈസ് വൈറ്റ് ഓർ യെല്ലോ ഇൻ കളർ. അതായത് ഇവരുടെ ഗ്രെയിനിൻ്റെ ടോപ്പിലായിട്ടൊരു ഡിപ്രഷൻ പ്രസൻ്റ് ആയിരിക്കും, ഒരു വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ഇൻ കളർ ആയിരിക്കും. ഡെൻറ്റ് മെയ്സിന് നമുക്ക് എന്താണ്, ഡയറക്റ്റായിട്ട് ഫുഡ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവരെന്താണ്, ഗ്രൗണ്ട് ചെയ്തിട്ട് ഫ്ലോർ ആയിട്ടാണ് നമ്മളെന്താണ് ഉപയോഗിക്കുക. ഇനി അടുത്ത ടൈപ്പാണ് ഫ്ലിൻറ്റ് മെയ്സ്. ഫ്ലിൻറ്റ് മെയ്സ് എന്ന് പറയുമ്പം ദിസ് ടൈപ്പ് ഹാസ് സോഫ്റ്റ് സ്റ്റാർച്ച് ഇൻ ദ സെൻട്രൽ റീജിയൻ ഓഫ് ദി എൻഡോസ്പേം. അതായത് ഒരു സോഫ്റ്റ് സ്റ്റാർച്ച് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു ഹോണി സ്റ്റാർച്ച് എന്താണ് ആ ഒരു കേർണൽസിൻ്റെ മുകളിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ കേർണൽസ് ഡെൻറ്റ് മെയ്സിൻ്റെ പോലെ എന്താണ്, ഡിപ്രഷൻസ് ഒന്നും ഉണ്ടാകില്ല, റൗണ്ടഡ് ആയിട്ടുള്ള കേർണൽസ് ആയിരിക്കും. ഇനി അടുത്തതാണ് ഫ്ലോർ മെയ്സ്. നമ്മൾ കോൺ ഫ്ലോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലോർ മെയ്സുകളാണ്. അതായത് വെളിയിൽ എന്താണ്, സോഫ്റ്റ് സ്റ്റാർച്ച് പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കേർണൽസിന് എന്താണ്, ഈസിലി ഗ്രൗണ്ട് ചെയ്യാൻ കഴിയും. അടുത്തതാണ് സ്വീറ്റ് കോൺ. ഇവരുടെ എന്താണ്, എൻഡോസ്പേമിൽ ഷുഗറും സ്റ്റാർച്ച് പ്രസൻ്റ് ആയിരിക്കും. അതാണ് ആ ഒരു സ്വീറ്റ് കോൺ എന്നുള്ള പേര്. അതുപോലെ തന്നെ ഇവരുടെ കേർണൽസ് എന്താണ്, ട്രാൻസ്ലൂസൻ്റ് ആണ്. അതുപോലെ തന്നെ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ബ്രിങ്കിൾ ചെയ്യും. അതാണ് സ്വീറ്റ് കോൺ. അടുത്ത ടൈപ്പാണ് പോപ്പ് മെയ്സ്. നമ്മൾ പോപ്കോണൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെയ്സാണ്. ഈ ഒരു ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ സ്മോൾ കേർണൽസ് ആയിരിക്കും വിത്ത് ഹാർഡ് കോർണിയസ് ആയിട്ടുള്ളൊരു എൻഡോസ്പേം. ഹാർഡ് കോർണിയസ് എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ളൊരു ഹോണി എൻഡോസ്പേം ആയിരിക്കും. അതുപോലെ കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഒന്നും ഉണ്ടാവില്ല. ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അത് ബേസ്റ്റ് ആയിട്ട് ആ ഒരു പോപ്കോൺ ഫോമിലേക്കായിട്ട് മാറുക. ഇതാണ് പോപ്പ് മെയ്സ്. അടുത്തതാണ് പോഡ് മെയ്സ്. പോഡ് മെയ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ കേർണലിലും ഇയറിനെയൊക്കെ എൻക്ലോസ് ചെയ്തിട്ടൊരു ഹസ്ക് ഉണ്ടാകും. ഇത് യൂഷ്വലി എന്താണ്, ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പല്ല, ഡെക്കറേറ്റീവ് പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് പോഡ് മെയ്സിനെ ഉപയോഗിക്കുക. അടുത്തതാണ് വാക്സി മെയ്സ്. ഈ ഒരു ടൈപ്പിൽ കേർണൽസ് എന്താണ്, വാക്സി ആയിരിക്കും. അതുപോലെ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഗമ്മി ആയിരിക്കും. അതുപോലെ തന്നെ സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് അമിലോപെക്റ്റിനും പ്രസൻ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് 7 ടൈപ്സ് ഓഫ് മെയ്സ്. ഇനി അടുത്ത ടോപ്പിക്കാണ് മെയ്സിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. വേൾഡിൽ തന്നെ ഒരുപാട് ആളുകൾ എന്താണ്, ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറിയലാണ് കോൺ അല്ലെങ്കിൽ മെയ്സ്. കോണിനെ അല്ലെങ്കിൽ മെയ്സിനെ എന്താണ്, ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് പല ഫോമിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് പല പ്രൊഡക്റ്റുകളാക്കിയിട്ട് നമുക്ക് എന്താണ് ഉപയോഗിക്കാം. അപ്പോൾ കോണിൻ്റെ ചില എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. കോണിന് എന്താണ്, നമുക്ക് ഒരു കോൺ ഫ്ലോർ ആക്കിയിട്ട് അല്ലെങ്കിൽ കോൺ മീൽ, ഗ്രിറ്റ്സ്, സ്വീറ്റ് കോണൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഇതിൽ ഹൈ പെർസെൻറ്റേജ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ ഫാറ്റ്, പ്രോട്ടീനൊക്കെ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സിറിയലാണ് കോൺ. മെയ്സ് ആക്ട് ആസ് എ സോഴ്സ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്റ്റാർച്ച്, സിറപ്പ്, ഡെക്സ്ട്രോസ്, ഓയിൽ, ജെലാറ്റിൻ ആൻഡ് ലാക്റ്റിക് ആസിഡ്. മെയ്സ് എന്താണ്, നമുക്ക് ഡയറക്റ്റ് ഫുഡ് പർപ്പസിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മെയ്സിന് എന്താണ്, പല പ്രൊഡക്റ്റുകൾ സ്റ്റാർച്ച്, സിറപ്പ്, ജെലാറ്റിൻ, ഓയിൽ പോലെയുള്ള പ്രൊഡക്റ്റുകളാക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മെയ്സ് ഫ്ലോർ നമ്മളെന്താണ്, ബേക്ക്ഡ് പ്രൊഡക്ട്സ്, കോൺ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ കോൺ സ്റ്റാർച്ച്, കോൺ ഫ്ലോർ
ഇതിനെയൊക്കെ സൂപ്പ് പോലുള്ള ഫുഡ് ഐറ്റംസിൽ നമുക്കൊരു തിക്കനിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. കോൺ സിറപ്പിനെ നമ്മളെന്താണ് ഒരു സ്വീറ്റ്നറായിട്ട് ഉപയോഗിക്കും. അത് ക്യാൻഡീസും കുക്കീസും ഒക്കെ ഉണ്ടാക്കുമ്പം ഷുഗറിന് പകരം നമുക്ക് ഉപയോഗിക്കാം. മെയ്സിൽ നിന്നുള്ള സ്റ്റാർച്ച് നമുക്ക് എന്താണ് പ്ലാസ്റ്റിക്, അതുപോലെ ഫാബ്രിക്സ്, അഡിസീവ്, അതുപോലെയുള്ള പല കെമിക്കൽ പ്രൊഡക്ട്സും ഉണ്ടാക്കാം. ഡ്രൈഡ് കേർണൽസൊക്കെ നമ്മളെന്താണ് ഒരു ആനിമൽ ഫീഡായിട്ട് ഉപയോഗിക്കാം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫീഡാണിത്. ഇനി അടുത്തതാണ് കോൺ ഓയിൽ. കോൺ ഓയിൽ നമ്മളെന്താണ് ഫുഡിനും അതുപോലെ കോസ്മെറ്റിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോൺ ജെല്ലിന് എന്താണ് നല്ല മോയ്സ്ചർ റിട്ടൻഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഐസ്ക്രീം കോൺസിലൊക്കെ ഒരു ബോണ്ടിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ് മെയ്സ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ മേക്കിംഗ് എത്തനോൾ ആൻഡ് അതർ ബയോഫ്യൂവൽസ്. എത്തനോളും അതുപോലെ ബയോഫ്യൂവൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെന്താണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. കോൺ എന്താണ് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ അനീമിയൻ്റെ റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഇതുപോലുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കോണിനുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ മെയ്സ് ഫ്ലവർ എന്നുള്ള സ്റ്റിഗ്മാസ്, അതിനെ കോൺ സിൽക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെന്താണ് ഒരു ഹെർബൽ സപ്ലിമെൻറ്റ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മെയ്സ്. ഇനി അടുത്ത ടോപ്പിക്കാണ് റാഗിയും മെയ്സ് പോലെ തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സിറിയലാണ്. കോമൺ നെയിം രാഗി, സയൻറ്റിഫിക് നെയിം എലൂസിൻ കൊറക്കാന, ഫാമിലി പൊയേസിയെ, മോർഫോളജി ഓഫ് ദ യൂസ്ഫുൾ പാർട്ട് ഗ്രെയിൻസ്. Ragi is also known as finger millet, bird's food millet, കൊറക്കാന മില്ലറ്റ് ആൻഡ് ആഫ്രിക്കൻ മില്ലറ്റ്. ഇനി ഇതിൻ്റെ പ്ലാന്റ് മോർഫോളജി നോക്കാം. ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ റാഗി എന്താണ് ഒരു ആനുവൽ പ്ലാന്റ് ആണ് വിച്ച് ഗ്രോസ് ടു എ ഹൈറ്റ് ഓഫ് 1 meter ഓർ മോർ. ആൻഡ് ഇതിൻ്റെ ഇൻഫ്ലോറസൻസ് എന്താണ് ഒരു ലോങ് പിടങ്ങളിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 to 6 digitally arranged spikes called fingers. 4 to 6 റോസിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്പൈക്കുകൾ ഉണ്ടാകും. അതിനവിടെ ഫിംഗേഴ്സ് എന്നാണ് അറിയപ്പെടുക. ദ പാനിക്കിൾ കൺസിസ്റ്റ് ഓഫ് വാരിയബിൾ നമ്പർ ഓഫ് സ്പൈക്സ് റേഞ്ചിങ് ഫ്രം 3 to 20 arranged in a bird's foot style. It resembles the fingers on hand, hence it commonly known as finger millet. ഇവരുടെ പാനിക്കിൾ എന്ന് പറഞ്ഞാൽ മച്ച് ബ്രാഞ്ചഡ് ആയിട്ടുള്ളൊരു ഇൻഫ്ലോറസൻസ്. ഇതിൽ ഒരു 3 to 20 നമ്പർ ഓഫ് എന്താണ് സ്പൈക്സിനെ ഒരു ബേർഡ്സ് ഫുഡ് സ്റ്റൈലിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇത് കണ്ടാൽ നമുക്ക് എന്താ ഒരു ഹാൻഡിലെ ഫിംഗേഴ്സ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു ബേർഡ്സ് ഫുഡ് മില്ലറ്റ് എന്നും അതുപോലെ തന്നെ ഫിംഗർ മില്ലറ്റ് എന്നുള്ള പേര് വരാനും കാരണം. ആൻഡ് ദ ഫ്ലവേഴ്സ് ആർ പെർഫെക്റ്റ് എക്സെപ്റ്റ് ദ ടെർമിനൽ വൺ വിച്ച് മേ ബി സ്റ്റാമിനേറ്റ് ഓർ സ്റ്റിറൈൽ. പെർഫെക്റ്റ് ഫ്ലവേഴ്സാണ്, പക്ഷേ ടെർമിനൽ 1 മാത്രം എന്തായിരിക്കും സ്റ്റിറൈൽ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് റാഗിയുടെ പ്ലാന്റ് മോർഫോളജി. ഇനി അടുത്ത ടോപ്പിക്കാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫുഡ് ഗ്രെയിനാണ്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് ഗ്രെയിനാണ് ആൻഡ് എസ്പെഷ്യലി ഇൻ ഡ്രൈ ഏരിയാസ് ഓഫ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. റാഗി ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഫാറ്റ് ആൻഡ് മിനറൽസ് പ്രസൻ്റ് ആയിരിക്കും. ഇതിനെ യൂഷ്വലി എന്താണ് ഫ്ലോറായി കൺവേർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് പല ഫുഡ് പ്രൊഡക്ട്സ് അതായത് കേക്ക്, പുഡിങ്, പോറേഡ്ജ് ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ബ്രെഡ് ആൻഡ് അതർ ബേക്ക്ഡ് പ്രൊഡക്ട്സ്. ആൻഡ് ഫ്ലോർ ഓഫ് മാൾട്ടഡ് ഗ്രെയിൻ ഈസ് യൂസ്ഡ് ആസ് എ നറിഷിംഗ് ഫുഡ് ഫോർ ഇൻഫൻസ്. മാൾട്ടഡ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മുളച്ച ധാന്യം എന്നൊക്കെയാണ്. അതിൻ്റെ ഫ്ലോർ എടുത്തിട്ടാണ് അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അതാണ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. പിന്നെ റാഗി ഈസ് കൺസിഡർഡ് ആസ് എൻ എസ്പെഷ്യലി ഹോൾസം ഫുഡ് ഫോർ ഡയബറ്റിക്സ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് ഫുഡാണ് റാഗി. അതുപോലെ തന്നെ റാഗി ഗ്രെയിൻസ് നമ്മൾ ഫെർമെൻറ്റഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ ബിയറൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ദ ഗ്രെയിൻ ഈസ് റിച്ച് ഇൻ ഫൈബർ ദാറ്റ് ഹെൽപ്സ് വിത്ത് വെയ്റ്റ് ലോസ് ആൻഡ് ഹെൽപ്സ് ടു ലോവർ കൊളസ്ട്രോൾ ലെവൽ. ഈ റാഗി ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫൈബർ റിച്ചാണ്. അത് വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ ലോവർ ചെയ്യാൻ സഹായിക്കും. റാഗി എന്താണ് ഒരു ഫോക്ക് റെമഡി ആയിട്ട്, അതായത് ലിവർ ഡിസീസ്, ന്യൂമോണിയ, സ്മോൾ പോക്സിനൊക്കെ ഉള്ളൊരു ഫോക്ക് റെമഡി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് റാഗി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫുഡ് ഗ്രെയിനാണ്. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ അനീമിയ ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യും. ഒരു ഹൈ ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യും. പ്രിവെൻറ്റ്സ് ഹെയർ ഫാൾ. അതായത് ഇതുപോലുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നാണ് റാഗി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. റാഗി എന്ന് പറഞ്ഞാൽ വിറ്റമിൻ B3 റിച്ച് ആണ്. അതൊരു ഹെൽത്തി സ്കിൻ ഫോർമേഷനെ സഹായിക്കും. അതുപോലെ തന്നെ ബ്രിങ്കിൾസ് അതായത് ചുളിവുകൾ, അതുപോലെ സ്കിൻ ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യും.
നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു യങ് ആൻഡ് ഹെൽത്തി ഫോം നിലനിർത്താൻ എന്താണ് റാഗി സഹായിക്കും. അതുപോലെ തന്നെ പല ആളുകൾക്കും റെഗുലറായിട്ടുണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അതായത് നെർവസ്നെസ്, സിവിയർ ഹെഡ് ഏക്ക്, സ്ലീപ്ലെസ്നെസ്, അതുപോലെ തന്നെ ഡിപ്രഷൻ. ഈ ഒരു പ്രോബ്ലംസിനൊക്കെ എന്താണ് ഒരു പരിധി വരെ നമുക്ക് എന്താണ് റാഗി ഉപയോഗിച്ച് എന്താണ് തടയാൻ പറ്റും. അപ്പം പല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഗ്രെയിനാണ് റാഗി. അതുപോലെ തന്നെ റാഗി സ്ട്രോ അതെന്ന് പറഞ്ഞാൽ കാറ്റിൽസിനൊക്കെ ഉള്ളൊരു നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫോഡറാണ്. അത് ഗ്രീൻ ആയിട്ടും അതുപോലെ തന്നെ ഹെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് റാഗിയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് റാഗി എന്താണ് ഫുഡായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫുഡ് ഗ്രെയിൻ കൂടിയാണ് റാഗി. നമ്മളെ ഡെയിലി ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഫുഡ് ഗ്രെയിനാണ്. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.